നമുക്കിപ്പം പിയാസുൻ കൂടി ചേരുന്നുണ്ട് ഡൽഹിയിൽ നിന്നും ടെലി ട്രാൻസ്പോർട്ടിംഗ് സ്റ്റുഡിയോ സംവിധാനം വഴി. പിയാസുനിൽ വെരി ഗുഡ് ഈവനിങ് പിയാസുനിൽ, വെൽക്കം. പിയാസുനിൽ നമുക്കിനി അവശേഷിക്കുന്നത് കുറച്ച് സമയം മാത്രമാണ്, ഏകദേശം അരമണിക്കൂറിൽ താഴെയുള്ളൂ. നമുക്ക് വളരെ കുറച്ച് സമയം കൊണ്ട് നമ്മുടെ വാദങ്ങളിലേക്ക് എത്താം. ചോദ്യം ഇതാണ്, പോരാട്ടം കടുക്കുമോ എന്നുള്ളതാണ്. ഇന്നലെ രാഹുൽ ഗാന്ധി പ്രഖ്യാപിച്ച 5 ഗ്യാരണ്ടികൾ വെച്ചുകൊണ്ട് UDF പ്രചരണം തുടങ്ങിക്കഴിഞ്ഞു. ഇന്ന് പത്രങ്ങളിലേക്ക് പരസ്യം വന്നു. പ്രചരണം നേരിട്ട് തെരുവുകളിലേക്ക് അവർ കൊണ്ടുപോകുന്നു. അതേസമയം അതിനെ ഒരു ഫ്രീ ബി പൊളിറ്റിക്സ് എന്ന് പറഞ്ഞ് ആക്ഷേപിച്ചുകൊണ്ട് തന്നെ രംഗത്തെത്തുകയാണ് സർക്കാർ. ഒരിക്കലും നടപ്പിലാക്കാൻ കഴിയാത്ത വാഗ്ദാനങ്ങൾ എന്നുള്ളതാണ് ഇടതുപക്ഷത്തിൻ്റെ ഇതിലുള്ള വിമർശനം. പോരാട്ടം കടുക്കുമോ? ഈ തെരഞ്ഞെടുപ്പിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് കോൺഗ്രസിനായാലും UDF-നായാലും അപ്പുറത്ത് LDF-നായാലും CPM-നായാലും ഈ തെരഞ്ഞെടുപ്പ് കേരളത്തിൽ മാത്രമല്ല ദേശീയ തലത്തിൽ പോലും വളരെ പ്രധാനപ്പെട്ട ഒരു തെരഞ്ഞെടുപ്പാണ്. 2024 ശേഷം കഴിഞ്ഞ 3 വർഷങ്ങളിൽ, അതായത് 2024, 25 ഇപ്പോൾ ഈ വർഷം, ഈ 3 വർഷങ്ങളിലായി നടക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പുകൾ, അതിൽ 2024 നടന്നിട്ടുള്ള എല്ലാ നിയമസഭാ തെരഞ്ഞെടുപ്പുകളിലും പരാജയപ്പെട്ട പാർട്ടിയാണ് കോൺഗ്രസ്. 2025 നടന്നിട്ടുള്ള 2 നിയമസഭാ തെരഞ്ഞെടുപ്പുകൾ, അത് ബീഹാറിലും ഡൽഹിയിലുമായിരുന്നു. രണ്ടിടത്തും കോൺഗ്രസിന് ഒരു മുന്നേറ്റവും ഉണ്ടാക്കാൻ സാധിച്ചില്ല. 2026 ഇപ്പോൾ നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കാൻ പോകുന്ന 5 സംസ്ഥാനങ്ങൾ, അതിലൊന്ന് കേരളമാണ്. കേരളത്തിലും രണ്ടാമത്തെ സംസ്ഥാനമായ അസമിലും മാത്രമാണ് കോൺഗ്രസ് പ്രതിപക്ഷത്തുള്ളത്. മറ്റ് 3 സംസ്ഥാനങ്ങളിൽ കോൺഗ്രസിന് വലിയ പ്രതീക്ഷയില്ല. ഇതിൽ അസമിൽ തീരെ പ്രതീക്ഷയില്ല. അവിടെ അധികാരത്തിൽ വരാനുള്ള സാധ്യത കോൺഗ്രസിനെ സംബന്ധിച്ച് വളരെ കുറവാണ്. അപ്പോൾ കേരളത്തിൽ മാത്രമാണ് കോൺഗ്രസിന് എന്തെങ്കിലും പ്രതീക്ഷയുണ്ടെങ്കിൽ ആ പ്രതീക്ഷ കേരളത്തിൽ മാത്രമാണുള്ളത് അധികാരത്തിലെത്താൻ. ഇനി LDF-നെ സംബന്ധിച്ച്, CPM-നെ സംബന്ധിച്ച് പരിശോധിച്ചാൽ ഇത്തവണത്തെ തെരഞ്ഞെടുപ്പിൽ വിജയിച്ചില്ല എങ്കിൽ ഇന്ത്യയിൽ ഒരു സംസ്ഥാനത്തും അധികാരത്തിലില്ലാത്ത പാർട്ടിയായി ഇടതുപക്ഷവും CPI-ഉം മാറുകയാണ്. കഴിഞ്ഞ അരനൂറ്റാണ്ടിന് ശേഷം അങ്ങനെ ഇന്ത്യയിൽ ഒരു സംസ്ഥാനത്തും അധികാരത്തിലില്ലാത്ത പാർട്ടിയായി ഇടതുപക്ഷവും CPI-ഉം മാറുകയാണ്. അപ്പോൾ ഇതാണ് ഈ തെരഞ്ഞെടുപ്പിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട 2 സവിശേഷതകൾ. മൂന്നാമത്തത് BJP-യെ സംബന്ധിച്ച് ഈ തെരഞ്ഞെടുപ്പ് നിർണായകമാകുന്നത് ഇത്തവണ ഒരു 2 സീറ്റെങ്കിലും കേരളത്തിൽ നേടാൻ BJP-ക്ക് സാധിച്ചില്ല എങ്കിൽ ഈ പണിയും കൊണ്ട് നടന്നിട്ട് കാര്യമില്ല എന്ന് അമിത്ഷായും മോദിയും തീരുമാനിക്കും. അപ്പോൾ ഈ 3 മുന്നണികളെ സംബന്ധിച്ചിടത്തോളവും 3 പാർട്ടികളെ സംബന്ധിച്ചിടത്തോളവും ഈ തെരഞ്ഞെടുപ്പ് വളരെ നിർണായകമാണ്. അതുകൊണ്ട് തന്നെ വലിയ പോരാട്ടമാണ് ഇത്തവണ നടക്കുന്നത് എന്ന കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. ഈ പ്രചരണ രംഗത്തൊക്കെ കാണുന്ന വീറും വാശിയും ഒക്കെ അതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഉദാഹരണങ്ങളാണ്. LDF സർക്കാരിനെ സംബന്ധിച്ച് ഈ കഴിഞ്ഞ 10 വർഷക്കാലത്ത് നടത്തിയിട്ടുള്ള വലിയ വികസന പദ്ധതികളാണ് ഈ തെരഞ്ഞെടുപ്പിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു തുറുപ്പ് ചീട്ട് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. ഏറ്റവും പ്രധാനപ്പെട്ട പ്രചരണായുധം എന്ന് പറയുന്നത് കഴിഞ്ഞ 10 വർഷം എന്ന് പറയുന്നത് പ്രളയം കണ്ടു, കോവിഡ് കണ്ടു, ഓക്കി, അതുപോലെ തന്നെ നിപ്പ, അതുപോലെ വയനാട്ടിലെ ചൂരൽമല ദുരന്തം പോലുള്ള വലിയ പ്രതിസന്ധികളെ അതിജീവിച്ചുകൊണ്ടാണ് 10 വർഷം LDF സർക്കാർ മുന്നോട്ട് പോയത്. എന്നിട്ടും വലിയ വികസന പദ്ധതികൾ നടപ്പാക്കി എന്ന് അവകാശപ്പെട്ടുകൊണ്ട് LDF സർക്കാർ ശക്തമായി മുന്നോട്ട് പോകുന്നു. ഏറ്റവും ഒടുവിൽ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനത്തിന്റെ തൊട്ട് മുൻപുള്ള ദിവസങ്ങളിലാണെങ്കിൽ ഇന്നിപ്പോൾ പെരുമ്പളം പാലം ഉദ്ഘാടനം ചെയ്തുകൊണ്ടുള്ള വലിയ നീക്കം സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നു, LDF-ന്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നു. അങ്ങനെ ഒരു വികസനമാണ് പ്രധാന ലക്ഷ്യം എന്ന് മുന്നോട്ട് വയ്ക്കുന്ന സന്ദേശം നൽകിക്കൊണ്ടാണ് പിണറായി വിജയൻ സർക്കാർ കാലാവധി പൂർത്തിയാക്കുന്നത്. UDF ആണെങ്കിൽ 2016 മുൻപുള്ള UDF-ന്റെ ഇരുണ്ട കാലം എന്നൊക്കെ പ്രചരണമുണ്ടെങ്കിലും വിവാദ വിഷയങ്ങളൊക്കെ തന്നെ ഉയർത്തിക്കൊണ്ട് ശക്തമായി സർക്കാരിന് പ്രതിരോധത്തിലാക്കാനും ശ്രമിക്കുന്നുണ്ട്. അതിനായി സ്വർണ്ണക്കൊള്ളയും അതുപോലെ ആരോഗ്യ മേഖലയിലെ പ്രശ്നങ്ങളുമൊക്കെ തന്നെ UDF ഉയർത്തുന്നുണ്ട്. പക്ഷേ ഈ തെരഞ്ഞെടുപ്പിൽ ഏത് വിധേനയും വിജയിക്കുക എന്ന ലക്ഷ്യത്തിന്റെ ഭാഗമായിട്ടാണ് വേണമെങ്കിൽ അമ്പിളി അമ്മാവനെ വേണമെങ്കിൽ പിടിച്ചു തരാം എന്ന് പറഞ്ഞുകൊണ്ടുള്ള പ്രഖ്യാപനത്തിലേക്ക് ഇന്നലെ UDF നീങ്ങിയത്. അതാണല്ലോ രാഹുൽ ഗാന്ധി പ്രഖ്യാപിച്ചത്. KSRTC-യിൽ സ്ത്രീകൾക്ക് സൗജന്യ യാത്ര, ഡിഗ്രി കോളേജ് വിദ്യാഭ്യാസം നടത്തുന്ന പെൺകുട്ടികൾക്ക് മാസം 1000 രൂപ ക്ഷേമ പെൻഷൻ 2000 നിന്ന് 3000 രൂപ വരെയാക്കുന്നു, 25 ലക്ഷം വരെ ഇൻഷുറൻസ് എല്ലാ കുടുംബങ്ങൾക്കും പ്രഖ്യാപിക്കുന്നു. അപ്പോൾ ഇത് വലിയ പ്രഖ്യാപനമാണ്. കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഇത് നടപ്പാക്കുക എന്നത് എത്രത്തോളം പ്രായോഗികമാണ് എന്നത് വലിയ ചോദ്യമാകുമ്പോഴും കോൺഗ്രസ് കടത്തിവെട്ടിയുള്ള വലിയ പ്രഖ്യാപനം നടത്തുകയാണ്. അതുകൊണ്ട് വലിയ പ്രഖ്യാപനം ഒരു വശത്ത് കോൺഗ്രസിന്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നു, മറുവശത്ത് കഴിഞ്ഞ 10 വർഷം നടപ്പാക്കിയ വികസനം മുന്നോട്ട് വെച്ച് LDF സർക്കാർ മുന്നോട്ട് പോകുന്നു. ഇതിനിടയിൽ കേരളത്തിലെ വോട്ടുകൾ പിളർത്തി ഒരു കുറച്ച് സീറ്റുകളെങ്കിലും വിജയിക്കുക എന്ന ലക്ഷ്യവുമായി BJP മുന്നോട്ട് പോകുന്നു. ഏതായാലും കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ UDF-ന് കിട്ടിയിട്ടുള്ളത് 41 സീറ്റാണ്. ആ 41 സീറ്റിനൊപ്പം 30 സീറ്റുകൾ കൂടി വിജയിക്കാൻ കഴിഞ്ഞെങ്കിൽ മാത്രമേ ഈ തെരഞ്ഞെടുപ്പിൽ UDF കേരളം ഭരിക്കുകയുള്ളൂ. ആ 30 സീറ്റ് എങ്ങനെ പിടിക്കും എന്നത് UDF-നെ സംബന്ധിച്ച് വലിയ ചോദ്യമാണ്.
നിലവിലുള്ള സിറ്റിംഗ് 41 സീറ്റുകൾ UDF നിലനിർത്തുകയും വേണം, 30 സീറ്റ് അധികമായി പിടിക്കുകയും വേണം. അപ്പോൾ മലബാർ മേഖലയിലെ സാഹചര്യങ്ങൾ പരിശോധിച്ചാൽ നമുക്ക് കാസർഗോഡ്, കണ്ണൂര്, അതുപോലെ തന്നെ വയനാട് 3 ജില്ലകളിൽ വലിയ പ്രതീക്ഷ UDFന് വെച്ചു പുലർത്താൻ കഴിയുമോ എന്ന കാര്യത്തിൽ എനിക്ക് സംശയമുണ്ട്. അതേസമയം മലപ്പുറത്തും കോഴിക്കോടും ഒക്കെ തന്നെ ന്യൂനപക്ഷ വോട്ടുകൾ കൺസോളിഡേറ്റ് ചെയ്താൽ ചിലപ്പോൾ ഒരുപക്ഷെ UDFന് അവിടെ മേൽക്കൈ ഉണ്ടാക്കാൻ സാധിക്കും. അതിൽ മലപ്പുറത്ത് കഴിഞ്ഞ തവണ പരമാവധി സീറ്റുകൾ നേടി. ഇനി തെക്കൻ കേരളത്തിലേക്ക് വന്നാൽ തിരുവനന്തപുരവും കൊല്ലവും അതുപോലെ തന്നെ ആലപ്പുഴയിലും വലിയ പ്രതീക്ഷ UDFന് ഉണ്ടാകില്ല. അതേസമയം മധ്യ കേരളത്തിൽ എറണാകുളം പോലുള്ള സ്ഥലങ്ങളിലൊക്കെ തന്നെ UDF മേൽക്കൈ ഉണ്ടാക്കിയേക്കാം. പക്ഷേ വലിയ ചലഞ്ച് എന്ന് പറയുന്നത് ഈ 30 സീറ്റിലധികം പിടിക്കുക എന്ന് പറയുന്നത് അത്ര എളുപ്പമല്ല. കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിലെ സാഹചര്യം നമുക്ക് പരിശോധിച്ചാൽ അറിയാം. 3% വോട്ടിന്റെ വ്യത്യാസം മാത്രമാണ് LDFും UDFും തമ്മിൽ കേരളത്തിലുള്ളത്. തദ്ദേശ തെരഞ്ഞെടുപ്പിലെ രാഷ്ട്രീയ സാഹചര്യങ്ങളിൽ വലിയ മാറ്റം ഇപ്പോൾ നിയമസഭാ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കാൻ പോകുന്ന ഈ ഒരു സമയത്ത് കേരളത്തിൽ ഉണ്ടായിട്ടുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് നെക്ക് ടു നെക്ക് ഫൈറ്റായിട്ട് മാറുകയാണ് UDFനും LDFനും ഇടയിൽ. അതിനിടയിൽ 30 സീറ്റുകളിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചുകൊണ്ട് അവിടെ വലിയ രാഷ്ട്രീയ നീക്കത്തിന് BJPയും ശ്രമിക്കുന്നുണ്ട്. അതുകൊണ്ട് BJP വലിയ ഫാക്ടറാകും ഈ തെരഞ്ഞെടുപ്പിൽ. ഒപ്പം BJP പിടിക്കുന്ന സീറ്റുകൾ, വോട്ടുകൾ അത് ആർക്കനുകൂലമാകും എന്നത് നമുക്ക് പ്രവചിക്കാൻ കഴിയാത്ത ഒരു രാഷ്ട്രീയ സാഹചര്യമായി കേരളത്തിൽ ഇപ്പോൾ മാറുകയാണ്. Meet the editors.